രചന ഗംഗോത്രി. ഭാഗം 57. ജാവേദ് വേഗം തന്നെ നീലിയറ രാമചന്ദ്രനെ വിളിച്ചു. അയാൾ MLA ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പിടിപാടുണ്ടായിരുന്നു. ശിവറാമിൻ്റെ രഹസ്യതാവളത്തെപ്പറ്റിയാണ് അയാൾ ചോദിച്ചത്. ഗംഗയോടാണ് ഏറ്റുമുട്ടേണ്ടത് എന്നറിഞ്ഞപ്പോൾ രാമചന്ദ്രൻ ഒന്ന് ഭയന്നു. നേരിട്ടൊരു കളിക്ക് അയാളില്ല എന്നറിയിച്ചു. രാഷ്ട്രീയത്തിൽ തന്നെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ ഗംഗയാണ്. പക്ഷെ ജാവേദിനെ പിണക്കാനും വയ്യ. താൻ സഹായിച്ചില്ലെങ്കിൽ മന്ത്രിമാർ അയാളെ സഹായിക്കും. പിന്നെ രണ്ടു കൂട്ടരും ചേർന്ന് തനിക്കെതിരെ പണിയും. പിശാചനും കടലിന് നടുവിൽ അകപ്പെട്ട അവസ്ഥയായിരുന്നു അയാൾക്ക്. അയാൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു വലിയ ടാങ്കർ ലോറിയും JCBയും ഒക്കെയായി മാർത്താണ്ഡനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ജയ്പൂരിലേക്ക് വന്നു. തെലങ്കാനയിൽ നിന്ന് മാർത്താണ്ഡൻ നേരെ പോയത് ബാംഗ്ലൂരിലേക്കായിരുന്നു. ജാവേദ് പറഞ്ഞതനുസരിച്ച് ജിബ്രാൻ്റെ ബിസിനസ്സുകൾ ഓരോന്നായി പിടിച്ചെടുക്കുക എന്നതായിരുന്നു മാർത്താണ്ഡൻ്റെ ലക്ഷ്യം. നാട്ടിൽ നടന്ന സംഭവങ്ങൾ അറിഞ്ഞ ഉടനെ അദ്ദേഹം അങ്ങോട്ട് വരാൻ ശ്രമിച്ചതാണ്. പക്ഷെ പാറുവാണ് അദ്ദേഹത്തെ തടഞ്ഞത്. ഇനി ചെയ്യുന്ന ബിസിനസ്സുകൾ നേരിട്ട് ചെയ്യണമെന്നും ജാവേദിനെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും അവൾ പറഞ്ഞു. നാട്ടിൽ ജാവേദിനെ പോലെ തന്നെ മാർത്തിയെയും എല്ലാവർക്കും ഭയമായിരുന്നു. അയാളുടെ ആജ്ഞകൾ എല്ലാവരും അനുസരിക്കും. ലോറിയുടെ നിർത്താതെയുള്ള ഹോൺ മുഴക്കം കേട്ടപ്പോൾ തന്നെ പാർവതിക്ക് കാര്യം മനസ്സിലായി. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്ത് റോഡിലുണ്ടായിരുന്ന ഒരു കറുത്ത കളർ കാറിലേക്ക് അവൾ കയറി. മാർത്താണ്ഡൻ അതിലിരിപ്പുണ്ടായിരുന്നു. പാർവതിയുടെ കോലം കണ്ട് അയാളുടെ ഉള്ളു നേറി. ആ നീറ്റലിനെ കൂട്ടാനെന്ന വണ്ണം അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. അയാൾക്ക് അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവൻ നിന്റെ ശരീരത്തിൽ തൊട്ടോ? അയാൾ ശാന്തനായി ചോദിച്ചു. അയാൾ പലവട്ടം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടു. ആ കറുത്തമ്മയും എന്നെ പലതവണ കൊല്ലാൻ നോക്കി, അവൾ പറഞ്ഞു. അയാൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് കൈ ഉയർത്തി കാണിച്ചു. പെട്ടെന്ന് ലോറിയിലും JCBയിലും ഉണ്ടായിരുന്ന ഡ്രൈവർമാർ ജാവേദിൻ്റെ വീട്ടിലെ മതിൽ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി. സെക്യൂരിറ്റിമാർ ഓടി വന്നെങ്കിലും പാർവതി പുറത്തേക്ക് ഇറങ്ങി അവരെ തടഞ്ഞു. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ട് ആളുകൾ ഓടിക്കൂടി. ചിലർ വാ പൊളിച്ചപടി നിന്നു. കാരണം ജാവേദിൻ്റെ വീടാണ് പൊളിക്കുന്നത്. അതും മാർത്താണ്ഡൻ. ഇനി പുതുക്കി പണിയാനായിരിക്കോ? ചിലർ വിചാരിച്ചു. പിന്നീടാണ് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായത്. ജാവേദിൻ്റെ ഓരോ വീടുകളും മാർത്താണ്ഡൻ ഇടിച്ചു നിരത്തി. തനിക്ക് അവനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അയാൾ മീഡിയയ്ക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. എന്തൊക്കെ ചെയ്തിട്ടും മാർത്താണ്ഡന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ജാവേദിൻ്റേത് എന്ന് പറയാൻ ഒരു കുടില് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ആളുകൾ പരിഭ്രാന്തിയോടെ അവരുടെ വീടുകളിലേക്ക് കയറി. ചിലർ പേടികൊണ്ട് ആ പട്ടണം തന്നെ വിട്ടുപോയി. കാരണം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ജാവേദിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും വെളിയിൽ വന്നു. പാർവതിക്കുള്ളിൽ നല്ല സന്തോഷമുണ്ടായിരുന്നു. അവൾ എല്ലാ വിവരങ്ങളും കാർത്തിയോട് പറഞ്ഞു. ഗംഗയുടെ വീടിന് മുമ്പിൽ 2 പോലീസുകാരുണ്ടായിരുന്നു. പക്ഷെ അവരെ കണ്ടാൽ അറിയില്ല. KCB ഉദ്യോഗസ്ഥരാണ് എന്നേ പറയൂ. മറ്റാർക്കും മനസ്സിലാവാതിരിക്കാനായിരുന്നു അങ്ങനെ ഒരു നീക്കം. രാഘവനോടും പാർവതിയോടും അവിടെ നിന്ന് മാറാൻ കാർത്തി നിർബന്ധിച്ചതാണ്. പക്ഷെ അവർ കേട്ടില്ല. അവർ അങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയാകുന്നു. കാർത്തി തന്നെയാണ് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പാർവതിക്കും കിങ്കമോൾക്കും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു അവർക്ക്. ഗംഗ സെക്യൂരിറ്റിയുടെ മുറിയിൽ കയറി ഇരിക്കുകയാണ്. ജാവേദിനോട് പ്രതികാരം ചെയ്യാൻ അവൾ കാത്തിരിക്കുന്നു. എന്തൊക്കെ കേസുകൾ അയാൾക്കെതിരെ ചുമത്തണമെന്ന് കാർത്തിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ രേഖകളും അവൻ്റെ പക്കലുണ്ട്. പെട്ടെന്നാണ് ഒരു കറുത്ത ഇന്നോവ കാർ വീടിന് മുന്നിലേക്ക് വന്നത്. അതിൽ നിന്ന് ജാവേദും അവൻ്റെ ചിങ്കിടികളും പുറത്തേക്കിറങ്ങി. അതിൻ്റെ പിന്നിലായി മറ്റൊരു കാർ കൂടി വന്നു നിന്നു. അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് നീലിയറ രാമചന്ദ്രനായിരുന്നു. അയാളെ കണ്ട് കാർത്തി അങ്ങോട്ട് വന്നു. ഗുണ്ടകൾ രാമചന്ദ്രൻ്റെ പിന്നിലായി വന്നു നിന്നു. കറുത്തമ്മ എവിടെയാണ്? മര്യാദയ്ക്ക് പറഞ്ഞാൽ തനിക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല, രാമചന്ദ്രൻ പറഞ്ഞു. ആഹാ, അത്രയ്ക്ക് ധൈര്യമൊക്കെ രാമചന്ദ്രനുണ്ടോ? അങ്ങോട്ട് വന്ന ഗംഗ കളിയാക്കി ചോദിച്ചു. സെക്യൂരിറ്റി പെട്ടെന്ന് ഗേറ്റ് അടച്ചു പൂട്ടി. അത് കണ്ട് രാമചന്ദ്രൻ്റെ ഉള്ളിൽ അല്പം ഭയം തോന്നിയെങ്കിലും ജാവേദ് കൂടെയുണ്ടല്ലോ എന്നതായിരുന്നു അയാളുടെ ധൈര്യം. അപ്പോഴേക്കും ജാവേദ് അവരുടെ അരികിലേക്ക് വന്നു. അയാളെ കണ്ട് ഗംഗയുടെ മുഖം വലിഞ്ഞു മുറുകി.
അവളുടെ ഓർമ്മയിലൂടെ കുഞ്ഞു ഗംഗയുടെ ആ മുഖം കടന്നുപോയി. അവളുടെ ദയനീയമായ അവസ്ഥ. പിന്നെ അവളുടെ അമ്മയുടെ മുഖം. തൻ്റെ അമ്മ മരിച്ചതും ഇയാൾ കാരണമാണ്. അപ്പോ എങ്ങനാ ഗംഗ? നമുക്ക് കളിക്കാം. എവിടെ വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. പരസ്യമായി വേണോ അതോ? ബാക്കി പറയാതെ അയാൾ ഒരു വഷളൻ ചിരി ചിരിച്ചു. പെട്ടെന്നാണ് ഇന്നോവ ഒന്ന് കുലുങ്ങിയത്. ദേഷ്യം വന്ന കാർത്തി മിന്നൽ വേഗത്തിൽ ജാവേദിന്റെ അരികിലേക്ക് പാഞ്ഞെടുത്തു. എന്നിട്ട് ഉയർന്നു പൊങ്ങി അവന്റെ തലയ്ക്ക് മുകളിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. പിന്നിലേക്ക് വേച്ചുപോയ അവൻ ഇന്നോവയിലേക്കാണ് ചെന്നിടിച്ചു നിന്നത്. ജാവേദിന്റെ ചെവിയിലൂടെ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കൂടെയുള്ള ഗുണ്ടകൾ ഇരയെ തിന്നാൻ വരുന്ന കടുവയെപ്പോലെ കാർത്തിയുടെ നേരെ പാഞ്ഞെടുത്തു. തുടരും.